Namaskaram to all the music lovers in Qatar. My name is Sanjay Chowdhury. I'm the son of Salil Chowdhury, whom we all fondly call as Salilda. Salilda was fortunate to work with great lyricists including V.L.R. Ramavarma, P. Bhaskaran Master, O.N. V. Karu, and Sri Kumaran Thampi. Heartening to hear that this program, organized by Gramophone Qatar, is conceived and directed by Dr. Rashid Pathak, a senior consultant doctor at the Heart Hospital, Hamad Medical Corporation in Qatar. I'm so excited and even emotional to hear that Smarananjali Season 3 is a tribute to the great music directors from other states and languages of India who enriched Malayalam film music with their eternal melodies during the golden period of music. I'm so happy that they are paying tributes to the masters of Indian film music, including my father Sri Salil Chowdhury, Naushad Sahab, Ravi Bombay, known also as Ravi Shankar Sharma, M.S. Vishwanathan, Ravindra Jain, K.V. Mahadevan, and M.B. Srinivasan. Gramophone Qatar is all set to captivate you again with Smarananjali Season 3. Anil Bishwas, Salil Chowdhury, S.D. Burman, Hemant Kumar, Manna Dey, Kishorda, Hemlada, Shreya Ghoshal, Indian cinema സംഗീതത്തിന് ബംഗാളി സംഗീതത്തിൻ്റെ സംഭാവനകളാണ്. അതിൽ സലീൽ ചൗധരി എന്ന സലീൽദാക്ക് ഇതിഹാസപൂർണമായ ഒരു സ്ഥാനം തന്നെയുണ്ട്. സലീൽദ പാശ്ചാത്യ സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും ബംഗാളി നാടോടി സംഗീതവും സമന്വയിപ്പിച്ച് മരണമില്ലാത്ത ഗാനങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള, മരണമില്ലാത്ത ഈണങ്ങൾ നൽകിയിട്ടുള്ള സംഗീത സംവിധായകനാണ്. 1965 മലയാള സിനിമയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായ ചെമ്മീൻ എന്ന സിനിമയുടെ സംഗീതം നിർവഹിക്കുന്നതിന് വേണ്ടി സംവിധായകൻ രാമു കാര്യാട്ടും നിർമ്മാതാവായ കൺമണി ബാബു സേട്ടും സലീൽദായെ ക്ഷണിക്കുന്നു. ചെമ്മീനിലെ പാട്ടുകളുടെ അഭൂതപൂർവമായ വിജയത്തിന് ശേഷം കൃത്യമായ ഇടവേളകളിൽ വയലാറും സലീൽദായും നമുക്ക് പാട്ടുകൾ നൽകിക്കൊണ്ടിരുന്നു. രാമു കാര്യാട്ട് തന്നെ സംവിധാനം ചെയ്ത 7 രാത്രികൾ, നെല്ല് എന്ന സിനിമകൾ, ഉദയായുടെ നീലപ്പൊന്മാൻ, രാഗം, രാസലീല തുടങ്ങിയ സിനിമകളിലെ അനശ്വരമായ ഗാനങ്ങൾ സലീൽദായും വയലാറും നമുക്ക് നൽകിയ ഗാനങ്ങളാണ്. സലീൽദ ഒരു നീണ്ട ഈണമിട്ടു. അങ്ങനെ മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ പല്ലവി അവിടെ ജനിക്കുകയായിരുന്നു. അതിനനുസരിച്ച് സലീൽദായുടെ ഈണങ്ങളിൽ ശ്രീകുമാരൻ തമ്പി എഴുതി മലർ കൊടി പോലെ വർണ്ണത്തൊടി പോലെ, അങ്ങനെ മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച ഒരു താരാട്ടുപാട്ട് അവിടെ ജനിക്കുകയായിരുന്നു. സാഗരമേ ശാന്തമാക നീ, പൂമാനം പൂത്തുലഞ്ഞ്, ഓണപ്പൂവേ പൂവേ ഓമൽ പൂവേ, ഓർമ്മകളെ കൈവളച്ചാർത്തി, കാട് കറുത്ത കാട് മനുഷ്യനാദ്യം പിറന്ന വീട്, കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ. ഞാനിപ്പോൾ പറഞ്ഞത് സലീൽദ മലയാളത്തിന് നൽകിയ മണിമുത്തുകളാണ്. മുരളിവിലോലതയാലു നിന്റെ പദരേണു തേടിയണഞ്ഞോ, ദേവ പദരേണു തേടിയണഞ്ഞോ. പൊൻവള കയ്യിലണിഞ്ഞോ, പാലയ്ക്കാമാലയണിഞ്ഞോ, പ്രാണപ്രിയനെ കണ്ടോ, പാലയ്ക്കാമാലയണിഞ്ഞോ, പ്രാണപ്രിയനെ കണ്ടു, ദശപുഷ്പം കൊണ്ടുപോയി ചൂടിയിച്ചോ. പൊന്നലയിൽ അമ്മാനമാടി എൻ തോടി അങ്ങേക്കരെ പോയി വാ, പൊന്നലയിൽ അമ്മാനമാടി എൻ തോടി അങ്ങേക്കരെ പോയി വാ.
കറുകവയൽ കുളിര് കൊയ്യാൻ നീ കൂടെ വാ താലി ഒരു പീലി അരത്താലി ചൂടി ആടുവിടും കതിരുന്നുള്ള നീ കൂടെ വാ. ഇപ്പോഴും ഇന്നും 46 വർഷങ്ങൾക്കിപ്പുറവും മരണമില്ലാതെ നിൽക്കുന്ന ഗാനമാണ്. ഭാവം കൊണ്ട്, ഭാവ തീവ്രത കൊണ്ട്, ആലാപനം കൊണ്ട് ജാനകി അമ്മ ഒരു സമുദ്രം തന്നെ തീർക്കുകയാണ്. ഇവിടെ കാറ്റിന് സുഗന്ധം, ഇതിലെ പോയത് വസന്തം. തീർച്ചയായും ഇതിലെ പോയത് ഒരു വസന്തം തന്നെയായിരുന്നു. 49 വർഷങ്ങൾ ഇപ്പുറവും മങ്ങാതെ മായാതെ ഇന്നും കത്തിജ്വലിച്ചു നിൽക്കുന്ന ഗാനം. 490 വർഷങ്ങൾ കഴിഞ്ഞാലും ഇത് ഇതുപോലെ തന്നെ കത്തിജ്വലിച്ചു നിൽക്കും. ഇതിലെ പോയതു വസന്തം വാസര സ്വപ്നത്തിൻ തോഴിമാരെ. സൂപ്പർ സൂപ്പർ മണി ശിവപ്രിയ.